ഇന്ന് സഭയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ടോ എന്നത് രാവിലെ മുതൽ ആരാഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് സുഹൃത്തിന്റെ വാഹനത്തിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലേക്ക് വന്നത്. ദൃശ്യങ്ങളിൽ കാണാം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വാഹനം നിയമസഭാ കോമ്പൗണ്ടിലേക്ക് കടന്നിതാ ലിഫ്റ്റിൽ മുകളിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണത്. അമൽ തേൻപറമ്പിൽ കൂടി തുടരുന്നുണ്ട് വിവരങ്ങളുമായി. അമൽ, ഒരുപാട് പ്രതിഷേധങ്ങൾ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന സന്ദർഭം, എല്ലാവരും ഒന്നടങ്കം തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം. ഇതിനിടയിലാണല്ലോ സഭയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കാലെടുത്ത് വയ്ക്കുന്നത്. സഭയ്ക്കുള്ളിൽ ഒരുപക്ഷെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച സാഹചര്യം ആയതുകൊണ്ട് പ്രതിഷേധങ്ങൾ ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ എന്തായിരിക്കും സ്ഥിതി? നാളെ മുതൽ അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിരവധി വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കാനുള്ള തീരുമാനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കഴിഞ്ഞു. അത് പോലീസ് അതിക്രമം അടക്കമുള്ള വിഷയങ്ങൾ സജീവ ചർച്ചയാക്കി നിർത്താനാണ് തീരുമാനം. ആ ഒരു ഘട്ടത്തിലെല്ലാം രാഹുലിന്റെ സഭയിലെ സാന്നിധ്യം പ്രതിപക്ഷത്തിന് തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. പക്ഷേ രാഹുലിന് ഒന്ന് സജീവമാകണമെങ്കിൽ സഭയല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. പാലക്കാട് രാഹുൽ ചെന്നിറങ്ങിയാൽ ഉണ്ടാകുന്ന പ്രതിഷേധം അത് ചില്ലറയായിരിക്കില്ല. അത് ഷാഫി പറമ്പലിനെതിരെ പോലും ആദ്യഘട്ടത്തിൽ പ്രതിഷേധമുണ്ടായതാണ്. ആ ഒരു സാഹചര്യത്തിൽ രാഹുലിനെതിരെ പ്രതിഷേധത്തിനുള്ള സാധ്യത ഉറപ്പാണ്. സാധ്യത എന്നല്ല, പ്രതിഷേധം ഉറപ്പാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ സഭയിലെത്തിയാൽ സഭയിലെ പ്രതിഷേധത്തിന് ഒരു പരിമിതി ഉണ്ടാകും. സഭാ സമ്മേളന നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഭരണപക്ഷത്തിൻ്റെ കൂടി ആവശ്യമാണ്. അതിനാൽ ഒരു പരിധിക്കപ്പുറത്തേക്കുള്ള പ്രതിഷേധം ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ വിലയിരുത്തൽ. പക്ഷേ പ്രതിപക്ഷ നേതാവിന് രാഹുൽ സഭയിലേക്ക് എത്തുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇന്ന് രാവിലെ പോലും വ്യക്തത ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രതിപക്ഷ നേതാവുമായി കൃത്യമായ ആലോചനകൾ രാഹുലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ മറ്റു ചില നേതാക്കൾ രാഹുലിനോട് സഭയിലെത്താൻ ആവശ്യപ്പെട്ടു. സഭയിലെത്തുന്നതാണ് ഉചിതം എന്നുള്ള ഒരു തീരുമാനം അറിയിച്ചു. അതിൻ്റെയൊക്കെ കൂടി അടിസ്ഥാനത്തിലാണ് രാഹുൽ ഇപ്പോൾ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കൊപ്പവും പത്തനംതിട്ടയിലെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കൊപ്പവും സഭയിലേക്ക് എത്തിയിരിക്കുന്നത്. സുധീഷ പാലോടക്കം നേമം ഷജീർ അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ ആ വാഹനത്തിലുണ്ട്. ആ വാഹനമാണ് അല്പം മുമ്പ് അകത്തേക്ക് കടന്നുപോയി രാഹുൽ സഭയിലേക്ക് കടന്നു പോകുന്ന ദൃശ്യങ്ങളും നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ മോത്തി പറഞ്ഞതുപോലെ അനുശോചന ഒക്കെ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രതിഷേധിക്കാനുള്ള സാഹചര്യം കാണുന്നില്ല. പക്ഷേ സഭാ സമ്മേളനം അവസാനിക്കുന്നൊരു തീരുമാനമുണ്ടായാൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം സഭയ്ക്കകത്തുണ്ടാകുമോ എന്നുള്ള കാര്യം കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ രാഹുൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്തെങ്കിലും പ്രതിഷേധം ഉണ്ടാകുമോ എന്നുള്ള കാര്യവും നമ്മളിപ്പോൾ നോക്കുകയാണ്. സഭയ്ക്ക് പുറത്ത് എന്തായാലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സഭയ്ക്ക് പുറത്ത് രാവിലെ മുതൽ തന്നെ പോലീസിൻ്റെ വലിയ സന്നാഹമുണ്ട്. DCP അടക്കമുള്ളവർ, കമ്മീഷൻ അടക്കമുള്ളവർ ഇവിടെ വന്ന് പരിശോധിച്ച് മടങ്ങിയിരുന്നു. സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം വിലയിരുത്തി മടങ്ങിയിരുന്നു. പക്ഷേ സാധാരണ നിലയിൽ സഭയിൽ ഒരുക്കുന്നതിലും സഭയ്ക്ക് മുന്നിൽ ഒരുക്കുന്നതിലും കൂടുതൽ സുരക്ഷയൊന്നും ഇല്ല. അതിന് കാരണം സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കമുള്ളവർക്ക് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം. എന്തായാലും ഒരു പ്രതിഷേധം ഒന്നും DYFIയുടെയോ SFIയുടെയോ ഒന്നും ഭാഗത്തു നിന്നും ഉണ്ടാകാനിടയില്ല, സഭയ്ക്ക് മുന്നിൽ ഉണ്ടാകാനിടയില്ല എന്നുള്ളത് തന്നെയാണ് പോലീസുകാർക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഒരു പരിധിക്കപ്പുറത്തേക്കുള്ള സുരക്ഷയൊന്നും ഒരുക്കേണ്ട എന്നുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇനിയും സഭാ സമ്മേളനം അവസാനിക്കാനായി, ഇന്നത്തെ സമ്മേളനം അവസാനിക്കാനായി സമയം കുറേ അധികം കിടക്കുന്നു. അതിനിടയിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാനാവില്ല. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രാഹുൽ സമ്മേളനം കഴിഞ്ഞാൽ ഇതുവഴി പുറത്തേക്ക് ഇറങ്ങുമോ, നേരത്തെ അകത്തേക്ക് കയറിപ്പോയാൽ അതുവഴി തന്നെ പുറത്തേക്ക് ഇറങ്ങുമോ, അതോ നിയമസഭയ്ക്ക് അകത്തുകൂടി തന്നെ MLA ഹോസ്റ്റലിലേക്ക് പോകാൻ ഒരു വഴിയുണ്ട്, അതുവഴി കടന്നു പോകുമോ എന്നുള്ള കാര്യം അറിയേണ്ടതുണ്ട്. അങ്ങനെ പോവുകയാണ് എങ്കിൽ രാഹുലിനെ പിന്നീട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയില്ല. രാഹുൽ പിന്നീട് മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാൻ വന്നാൽ മാത്രമേ, അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിയാൽ മാത്രമേ കാണാനാകൂ. നേരെ MLA ഹോസ്റ്റലിലേക്ക് പോകാൻ കഴിയും. അവിടെ കൃത്യമായ സുരക്ഷ ഉണ്ടാകും. അപ്പോൾ ഏത് തരത്തിലുള്ള തീരുമാനമാകും രാഹുലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുക എന്നുള്ളതാണ് ഏവരും ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നത്. മോദി, തീർച്ചയായിട്ടും രാഹുൽ ഏതെങ്കിലും തരത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുമോ, സഭയിലെ സാന്നിധ്യത്തെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ വ്യക്തമാക്കുമോ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഉറ്റുനോക്കുന്ന ഒന്ന്.